ആനയും കടുവയുമൊക്കെ കാട് വിട്ടിറങ്ങുമ്പോൾ ഇടുക്കിയുടെ നെഞ്ചിൽ തീയാണ്. നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു. കാർഷിക നാശനഷ്ടങ്ങൾക്ക് കൃത്യമായ കണക്കില്ല. ഇതിനു പുറമെയാണ് വന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. മാങ്കുളത്തും മറയൂരും ചിന്നക്കനാലുമൊക്കെ വന നിയമങ്ങളുടെ ദുരുപയോഗം നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഞാനുണ്ട് ഇവിടെ ചോദിക്കുക ഇന്ന് ചർച്ച ചെയ്യുന്നത് വനനിയമ ഭേദഗതി ഇടുക്കിയിലെ ജനജീവിതത്തെ എത്രമാത്രം ബാധിക്കുമെന്നതാണ്. എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ നമ്മൾ ഉണ്ടാകുന്ന ആശങ്കകൾ എന്തൊക്കെയാണ്? 2024 കേരള ഫോറസ്റ്റ് ഭേദഗതി ബില്ല് അങ്ങേയറ്റം ആശങ്കാജനകമാണ്. പൂർണ്ണമായും ജനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു നിർദ്ദിഷ്ട ബില്ലാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേരള മന്ത്രിസഭ ഐക്യകണ്ഠേന പാസ്സാക്കിയ ബില്ലാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളത് 52, 63, 69 വകുപ്പുകൾ. ഈ 52-ൽ ഏത് ബീറ്റ് ഓഫീസർമാർക്കും ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർക്കും ഒരു സംശയത്തിൻ്റെ പേരിൽ കൃഷിക്കാരുടെ പേരിൽ കേസെടുക്കുന്നതിനോ അറസ്റ്റ് തടവിൽ പാർപ്പിക്കുന്നതിനോ ഉള്ള അധികാരം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാർക്കും ഒരു മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതി പോലുമില്ലാതെ, ഒരു നോട്ടീസ് പോലുമില്ലാതെ അവരെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ ഏതെങ്കിലും ചെറിയ തോതിൽ വനമില്ലാത്ത ഒരു പഞ്ചായത്ത് 1-2 പഞ്ചായത്തേ ഉള്ളൂ. ഈവൻ ഇടവട്ടി പഞ്ചായത്ത് പോലും 40 ഏക്കർ വനമുണ്ട്. ഈ വനമേഖലയിലൂടെ വെള്ളം കോരാൻ പോവുകയോ വിറക് വെട്ടാൻ പോവുകയോ എന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോവുകയോ മറ്റേതെങ്കിലും ആവശ്യത്തിലൂടെ ഈ വനഭൂമിയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അവരുടെ പേരിൽ കേസെടുക്കാം. 2, ഇടുക്കി മാത്രമല്ല വയനാട്, പാലക്കാട് അടക്കമുള്ള ജില്ലകളുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ വനങ്ങളും ജനനിബിഡമായിട്ടുള്ള പ്രദേശങ്ങൾ ഇടതൂർന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ജനങ്ങൾക്ക് ഇതിൻ്റെ മേഖല, ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ചെറുതോണിയിൽ നിന്ന് തൊടുവഴിക്ക് പോകുന്നു, വനത്തിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ഈ ഹൈ റേഞ്ചിലുള്ള മുഴുവൻ പഞ്ചായത്തുകളും വനാതിർത്തി പങ്കിടുന്നതാണ്. ആ വനാതിർത്തിയിൽ താമസിക്കുന്ന കൃഷിക്കാർ അവർ നട്ടുപിടിപ്പിച്ച മരം വെട്ടി വിൽക്കാൻ തീരുമാനിക്കുകയാണ്. മരം വെട്ടിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർക്കോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫീസർക്കോ ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ സംശയത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും കേസെടുത്തു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ അല്ലെങ്കിൽ തങ്ങളുടെ മരമാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ കൃഷിക്കാരനാണ്. അത് തെളിയിക്കുന്നത് വരെ ആ മരം വയ്ക്കാൻ പറ്റില്ല, ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രീതിയിലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കിരാത നിയമം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതിൽ അത്ഭുതകരമായിട്ട് തോന്നുന്ന ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ചന്ദന കൃഷിക്ക് എന്താ പ്രാധാന്യം? ഈ നിർദ്ദിഷ്ട ബില്ലിൽ പറഞ്ഞിരിക്കുകയാണ് ചന്ദന കൃഷി അത് വ്യാപിപ്പിക്കുന്നതിനുള്ള വകുപ്പ് ഇതിനകത്ത് പെടുത്തിയിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വകുപ്പ് പെടുത്തിയിരിക്കുന്നത്? മറ്റൊന്ന്, ഈ മന്ത്രിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വകുപ്പ് മന്ത്രി പറഞ്ഞ രസകരമായ കാര്യം എന്നാണ്, ഞങ്ങൾക്ക് ഇതിൽ വലിയ അധികാരമില്ല, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റിയല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബില്ല് പിൻവലിക്കുമെന്നോ ഇത് നിയമസഭയിൽ അവതരിപ്പിക്കില്ലെന്നോ ഇതുവരെ ആയിട്ട് വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല. മന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്താ? ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എൻ്റെ മന്ത്രിസ്ഥാനം പോവുമോ വേറൊരാൾ വരുമോ? ഇപ്പം ഇടതുപക്ഷ മുന്നണിയിൽ ഈ കേരളത്തിലെ ജനങ്ങൾ ഇതുപോലെ സമരം ചെയ്തിട്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് ചർച്ച ചെയ്യണ്ടേ, ഇത് പിൻവലിക്കണ്ടേ? പിൻവലിച്ചില്ലെങ്കിൽ ഒരു കാര്യം സംശയമാണ്, റെയിൽ സമരം പോലെ നമുക്കറിയാമല്ലോ, കേരളത്തിൽ നടന്ന സമരം അറിയാമല്ലോ, ആ സമരം പോലെ ഇത് കേരളത്തിലാകമാനം അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് രൂക്ഷമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകും. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ്? 100 കണക്കിന് ആൾക്കാരെ വന്യമൃഗങ്ങൾ കൊല്ലുന്നുണ്ട്. ഒട്ടേറെ ഏക്കർ സ്ഥലം, ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ഈ കൃഷിക്കാരെ സംരക്ഷിക്കുന്ന ആവശ്യമായിട്ടുള്ള കാലോചിതമായിട്ടുള്ള ബില്ല് നിയമസഭയിൽ കൃഷിക്കാർക്ക് വേണ്ടി അവതരിപ്പിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ, ഈ നാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇത് ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ള ഒരു ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല, ഈ നാട്ടിലെ ജനങ്ങൾ സമ്മതിക്കില്ല. കേരള കോൺഗ്രസ് പാർട്ടിയും UDF-ഉം
അതിശക്തമായിട്ടുള്ള സമര രംഗത്തുണ്ടാകും. നിയമസഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചാൽ ഒരു കാലത്തും കാണാത്ത പ്രതിഷേധം നിയമസഭയിലും ഉണ്ടാകും. ഇപ്പോൾ മറയൂര്, ചിന്നക്കനാല്, മാങ്കുളം തുടങ്ങിയ മേഖലകളിൽ ഇപ്പോൾ തന്നെ ഈ നിയമം പല നിയമങ്ങളും വളച്ചൊടിക്കുന്ന സാഹചര്യം നിലവിലില്ലേ? നിലവിൽ വനസംരക്ഷണത്തിനാവശ്യമായ എല്ലാ നിയമങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. വനസംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടി പുതിയ നിയമം ഉണ്ടാക്കണം എന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി സംഘടനകൾ ആവശ്യപ്പെട്ടതായി ആർക്കും അറിയത്തില്ല. വനത്തിന് പുറത്തു വരുന്ന വന്യജീവികളെ വനത്തിനുള്ളിലാക്കാനും വനത്തിൽ കൂടുതൽ സംരക്ഷണം, സുരക്ഷ ഉറപ്പുവരുത്താനും ആവശ്യമായ കർമ്മപരിപാടികൾ ആവിഷ്കരിക്കണമെന്നും വനത്തിന് പുറത്തു വരുന്ന വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ കൃഷിക്കാർക്ക് അവകാശം കൊടുക്കണം എന്ന നിയമം ആഗ്രഹമാണ് കേരളമെമ്പാടും. പ്രത്യേകിച്ച് 13 ജില്ലകളിലെ 430ഓളം ഗ്രാമപഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്നുണ്ട് ഈ വനമേഖലയിൽ വന്നു. ആ ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലെയും ആളുകളുടെ ആഗ്രഹം അതുതന്നെയാണ്. അപ്പം ആ ആഗ്രഹത്തിന് വിരുദ്ധമായി മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തണം എന്ന് പറയുന്ന ആ ബില്ല് അതിനുവേണ്ടി ആഗ്രഹിച്ചിരിക്കുമ്പോൾ മനുഷ്യനെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള നിയമമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ നിരവധി സ്ഥലത്ത് ആദിവാസികൾ താമസിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അതുപോലെ ഇപ്പം സൂചിപ്പിച്ച മറയൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് എല്ലാം നിയമമുണ്ട്. ഇപ്പോൾ ഉള്ള നിയമം അനുസരിച്ച് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനുള്ള വകുപ്പുമുണ്ട്. വനം മാഫിയയെ തകർക്കാൻ കൃഷിക്കാരുടെ നെഞ്ചത്തോട്ട് കയറുന്ന ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തെ അംഗീകരിക്കാൻ കേരളത്തിലെ ഒരു ജനവിഭാഗവും, അതിന് രാഷ്ട്രീയമൊന്നുമില്ല, കേരളത്തിലെ കൃഷിക്കാർ മാത്രമല്ല, തൊഴിലാളികൾ, വ്യാപാരികൾ, വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർ എല്ലാവരും ഇതിനെതിരായി പോരാടും എന്നതാണ് അതിന്റെ പ്രധാനം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ കർഷക സംഘടന സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരള നിയമസഭയുടെ സമ്മേളനം ആരംഭിക്കുന്ന ദിവസം അതിശക്തമായ സമരം, ആ സമ്മേളനത്തിന്റെ ആരംഭ ദിവസം ഈ ബില്ല് പിൻവലിക്കാൻ തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ, എടുത്താലും എടുത്തില്ലെങ്കിലും ആരംഭിക്കുന്ന ദിവസം ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് കേരള കർഷക യൂണിയന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ സമരങ്ങൾ നടത്തും. തുടർന്ന് നിയമസഭ തീരുന്നതുവരെ വിവിധ ജില്ലകളിലായി, കേരളത്തിലെ 13 ജില്ലകളിലായി സമരപരിപാടികളുമായി കേരള കർഷക യൂണിയൻ ശ്രീ പി ജെ ജോസഫ് സാറിന്റെയും മോൻസ് ജോസഫ് MLA നേതൃത്വത്തിൽ നിയമസഭയിൽ നടത്തുന്ന പോരാട്ടത്തോടൊപ്പം ശ്രീ കെ ഫ്രാൻസിസ് ജോർജ് ഇന്ത്യൻ പാർലമെന്റിൽ നടത്തുന്ന പോരാട്ടത്തോടൊപ്പം അണിചേരും എന്ന കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു രാഷ്ട്രീയ നേതൃത്വവും കൃഷിക്കാർക്ക് വേണ്ടി പോരാടുന്നില്ല എന്നുള്ളതാണ്. നിർമ്മാണം കാലഘട്ടത്തിനനുസൃതമായി ഉണ്ടാകണം. ഞാനിവിടെ സൂചിപ്പിച്ച മാതിരി എന്തുകൊണ്ട് ഇവിടുത്തെ വന്യമൃഗങ്ങളെ മറ്റ് രാജ്യങ്ങൾ കാണിക്കുന്ന രീതിയിൽ അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിച്ച്, ജനസംഖ്യ അതിൻ്റെ വർദ്ധിച്ചു കഴിയുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതിനുള്ളൊരു നിയമം കൊണ്ടുവന്നുകൂടെ ഞങ്ങൾ കൈയടിച്ച് ഈ വന്യമൃഗങ്ങളെ കാട്ടിൽ നിർത്തണം. അതിന് ഒത്തേറെ കാര്യങ്ങൾ ചെയ്യണം. അതിന് വെള്ളമില്ലെങ്കിൽ വെള്ളം അതിനകത്തുണ്ടാക്കി കുളം കുത്തി കൊടുക്കണം, ജലസേചനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നിയമ നിർമ്മാണം നടന്നു. ഇത് കൃഷിക്കാരെ ദ്രോഹിക്കാൻ വേണ്ടി ഒരു നിയമവും ഇല്ലാതെ ഒരു ബീറ്റ് ഓഫീസർ വിചാരിച്ചാൽ അവനെ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഇവിടുന്ന് കിരാത നിയമമാണ് ഇവർ. ഇതിൽ ജനങ്ങൾ പ്രതികരിക്കും. നമുക്ക് മുൻകാലങ്ങളിൽ വന്നിരിക്കുന്ന എല്ലാം അറിയാം. ഞാൻ പറഞ്ഞില്ല, 7 വില്ലേജുകളിൽ ഇത് വന്നു. ഒരു ആനവിരട്ടിയും ആനവിലാസം എഴുതി വെച്ചിട്ട് അത് മാറ്റാൻ 8 വർഷം എടുത്തു. ഇതാണ് നമ്മുടെ നാട്. ഒരു ക്ലിർക്കർ എറർ പറ്റിയാൽ അത് മാറ്റാൻ നമുക്ക് യാതൊരു സംവിധാനവും ഇല്ലാത്ത ഒരു നാട്ടിൽ ഈ നിയമം വന്ന ഇതെങ്ങനെ പിൻവലിക്കുന്നവരുടെ ജില്ലയിലെ മന്ത്രി പറയുന്നു ആശങ്കപ്പെടേണ്ട. പുള്ളിക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ആരോടെ ഇരുന്ന മന്ത്രിസഭയിൽ ഇത് നോട്ട് കൊടുക്കില്ല. ഒരു മന്ത്രിമാർക്ക് മന്ത്രിസഭയ്ക്ക് അവർക്ക് 2-3 ദിവസം മുമ്പ് മന്ത്രിസഭ വരുന്ന അതിൻ്റെ അജണ്ടയുടെ നോട്ട് കൊടുക്കും. അത് പഠിച്ചു പോണ്ടേ? ഇവിടുത്തെ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി മന്ത്രിസഭയിൽ ഇരുന്നിട്ട് ഉറക്കം തൂങ്ങിയിട്ട് പോന്നിട്ട് കാര്യമുണ്ടോ? ജനങ്ങൾ പ്രതികരിക്കും, നിയമം പിൻവലിപ്പിക്കും, സമരങ്ങൾ ഉണ്ടാകും. നമ്മൾ പറയണത് ഇത് ആരോടുമുള്ള ഒരു വൈരാഗ്യത്തിന് വേണ്ടിയിട്ടില്ല. നമ്മുടെ ആശങ്കയാണ്. ഇവിടെ പണ്ട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചോളാൻ പറഞ്ഞു, ഭയങ്കരമായത്. ഇന്ന് നമ്മൾ നട്ടുപിടിപ്പിച്ച ഒരു തേക്കും മരം നമ്മുടെ ഒരു വീടിൻ്റെ ഒരു ഫ്രണ്ട് വാതിൽ പണിയാൻ നമുക്ക് വെട്ടാൻ പറ്റുമോ? ഇതല്ലേ നമ്മുടെ നിയമം. നമ്മൾ നട്ടുപിടിപ്പിച്ച് എന്ത് കുഴപ്പമാണ്? ഇപ്പം ആരെങ്കിലും അതുകൊണ്ട് മരം നട്ടുപിടിപ്പിക്കാൻ പോകണ്ട, കിട്ടിയ ഒരെണ്ണത്തിന് ആൾക്കാർ വരച്ച് കളയുന്ന രീതിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു നിയമം, ജനങ്ങളുടെ അഭിവൃദ്ധിക്കുള്ള നിയമം ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ആബാലവൃക്ഷ ജനങ്ങൾ ഇപ്പം സത്യത്തിൽ ഭയങ്കര ഭീതിയിലും ആശങ്കയിലുമാണ്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് കാലാകാലങ്ങളിൽ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അതറിഞ്ഞ് അവർ പ്രവർത്തിച്ചാൽ അവർക്ക് നല്ലത്. അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായിട്ട് ജനങ്ങൾ, അത് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിന് പിന്നിലുണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 1961 വന നിയമം ഭേദഗതി ചെയ്യുവാനുള്ള നീക്കങ്ങളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ
ഈ മലയോര മേഖലയിലെ ജനങ്ങളെ അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. വനനിയമം കാലോചിതമായി ഭേദഗതി ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് ദ്രോഹകരമായി തീരുന്ന ഒരു നിയമമല്ല ഉണ്ടാകേണ്ടത്. ഇന്ന് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വനത്തിൽ പ്രവേശിച്ചാൽ അല്ലെങ്കിൽ വനത്തിലൂടെ ഒഴുകുന്ന പുഴയിൽ നിന്ന് മീൻ പിടിക്കാൻ ചെന്നാൽ, വനത്തിൽ നിന്ന് വിറക് ശേഖരിക്കാൻ ചെന്നാൽ അത് ജനങ്ങളെ ഭയപ്പെടുത്തി അവരെ അറസ്റ്റ് ചെയ്യുവാനും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനും ഇന്ന് വനവകുപ്പിന് അധികാരം കൊടുക്കുന്ന ഈ കരി നിയമം പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മലയോര മേഖലയിലെ ജനങ്ങളെ ഇന്ന് ആശങ്കയിൽ കഴിയുകയാണ്. പുതിയ വനനിയമവും അതുപോലെ തന്നെ CHR വിഷയവും അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ വിഷയവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ മേഖലകളിലൊക്കെ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ആശങ്ക ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമുക്കറിയാം, വനം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. വനത്തിനിപ്പം വനം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നിയമ സംവിധാനം ഇപ്പം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതിനുപരിയായിട്ട് വീണ്ടും ജനങ്ങളെ കൂടുതൽ ദ്രോഹിക്കുന്ന, കർഷകരെ കൂടുതൽ ദ്രോഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പുതിയ വനനിയമം ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിൻ്റെ കാരണം എന്താണെന്നുള്ള കാര്യം ഈ ഗവൺമെൻറ് വ്യക്തമാക്കുന്നില്ല. ജനരോഷം ശക്തമായി കഴിഞ്ഞപ്പോഴത്തേന് വകുപ്പ് മന്ത്രി പറഞ്ഞു ഇത് കരടാണ്, ഇനി ഇതിന്റെ അന്തിമ വിജ്ഞാപനം വരുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടും എല്ലാവിധ കർഷക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വിദഗ്ധന്മാരുമൊക്കെയായിട്ട് ചർച്ച ചെയ്തിട്ട് ഇതിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇത്ര ഭീകരമായിട്ടുള്ള ഈ കരട് വിജ്ഞാപനത്തിനകത്ത് വനത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, വനത്തെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, വനത്തിന്റെ പരിസരത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ബഫർ സോൺ ജയിലോട്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെയും ഏത് നിയമം വെച്ചുകൊണ്ട് പോലും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ള ഒരു നിയമം എന്തിനാണ് ഈ കരട് വിജ്ഞാപനത്തിൽ ചേർത്തത്? തീർച്ചയായിട്ടും വനം സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല എന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസൃതമായിട്ടുള്ള ഒരു വിജ്ഞാപനത്തോടു കൂടി അവർക്ക് ഉണ്ടാക്കാമായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു കരട് വിജ്ഞാപനം കൊണ്ടുവന്ന് ജനങ്ങളെ ആശങ്ക നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് തെളിഞ്ഞിരിക്കുന്നതിനകത്ത് ഈ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. നവംബർ മാസം 1-ാം തീയതി ഇറക്കിയ ഈ കരട് വന നിയമ ഭേദഗതി ബില്ലെന്ന് പറയുന്നു, ഇത് കിരാതമായ ഒരു ബില്ലാണ്. കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു ഗൗരവമേറിയ ഒരു പ്രശ്നം തന്നെ. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ തലയിൽ ആൾതാമസമുള്ള ഒരാൾ പോലും ഇത്തരത്തിലുള്ള ഒരു ശുപാർശയുമായി വരില്ല. രണ്ടാമത്തേത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്തതെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്. ക്യാബിനറ്റിൽ ചർച്ച ചെയ്യണമെങ്കിൽ എല്ലാ മന്ത്രിമാർക്കും ക്യാബിനറ്റിന് നോട്ട് കൊടുക്കും, അത് പഠിക്കും, എന്നിട്ട് വേണം അവർ അഭിപ്രായം പറയാൻ. ക്യാബിനറ്റ് ചർച്ച ചെയ്യുമ്പോൾ ഈ ബില്ലെടുത്ത് വലിച്ചു ദൂരെ അറബിക്കടലിലേക്ക് എറിയേണ്ടതാണ്. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും ഇടുക്കിയിലെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ് ഉൾപ്പെടെ, ഈ റോഷി അഗസ്റ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ കർഷക പ്രേമിയാണ്, കർഷക പാർട്ടിയുടെ ആളാണ്. പക്ഷേ റോഷി ഉൾപ്പെടെ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന മൗനം വളരെയേറെ ദുരൂഹത ഉണർത്തുന്നതാണ്, ആശങ്ക ഉണർത്തുന്നതാണ്. ഇദ്ദേഹം ആരുടെ ഒപ്പമാണ്? ഇവിടുത്തെ കർഷകർക്കൊപ്പമാണോ? ഇവിടുത്തെ സാധാരണക്കാരായ കൃഷിക്കാർക്കൊപ്പമാണോ? അതോ ഈ പറയുന്ന ബില്ല് കൊണ്ടുവന്ന് വനവിസ്തൃതി വർദ്ധിപ്പിക്കണമെന്ന് പറയുന്ന ജനവിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ മേലാളന്മാരുടെ തൻപ്രമാണികളായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിനൊപ്പമാണോ എന്നാണ് റോഷിയുടെയൊക്കെ നിലപാടെന്നാണ് നമുക്ക് സംശയം. കാരണം അങ്ങനെ വേണം കരുതാൻ. എത്രയോ കാര്യങ്ങളിൽ നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ബില്ല് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കും. പ്രത്യേകിച്ച് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ ഏറ്റവും ദോഷകരമായി ബാധിക്കും. ജനദ്രോഹ നടപടി നടക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ അതിശക്തമായ സമരപരിപാടികൾ പ്രത്യേകിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. മുല്ലപ്പെരിയാർ സമരം ഉണ്ടായതുപോലെ അതിൽ കൂടെ ശക്തമായ ഒരു സമരം ഈ ബില്ല് പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് നേതൃത്വം കൊടുത്തുണ്ട്, UDF നേതൃത്വം കൊടുത്തുണ്ട്. ഇവിടെ ഉണ്ടാകും. അതിന് യാതൊരു മാറ്റമില്ല. ഈ ബില്ല് പിൻവലിച്ചുകൊണ്ട് ഈ മന്ത്രിയെ ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പു പറയാം. കാരണം വന്നാൽ അദ്ദേഹം തിരിച്ചു പോകാൻ സാധ്യത വളരെ കുറവായിരിക്കും. കാരണം ഞങ്ങളെ ദ്രോഹിച്ചിട്ട് ഈ നാട്ടിൽ നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യൻ്റെ അടുത്തിരുന്ന ഹൈറേഞ്ച് അതിനെ വനവൽക്കരിച്ച് ഇവിടുത്തെ കോടാനുകോടി കേന്ദ്ര ഗവൺമെൻറ് എത്ര കോടി രൂപയുടെ വരുമാനം ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്കറിയാം. ഒരു വർഷം എത്ര 1000 കോടി രൂപയുടെ കയറ്റുമതിയുണ്ട്. ഇവിടുത്തെ ആ ജൈവസമ്പത്ത് കൊണ്ട് നമ്മളുണ്ടാക്കി കൊടുത്തിരിക്കുന്ന കുരുമുളകും ഏലവും അതുപോലെ മറ്റുള്ള കാർഷിക വിഭവങ്ങളെല്ലാം ഇവിടെ അനാഥരായിട്ട് ഇട്ടേച്ച് പോയി ഇവിടുന്ന് ജനങ്ങളെ കുടിയിറക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗവൺമെന്റിന് നഷ്ടം വരും. ജീവിക്കുന്നതിന് വേണ്ടി ഇവിടെ കുടിയേറി വന്നവരാണ്.
ആ ഒരവസ്ഥയിൽ ആ വെല്ലുകാട്ടിൽ പോലും ഞങ്ങളെ കിടത്തുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? 75 വർഷത്തോളമായി ഇടുക്കി ജില്ലയിൽ കാർഷിക മേഖലയുമായിട്ട് കഴിയുന്ന ഒരു ആളായിട്ടാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. നമ്മളിവിടെ ഈ കൃഷി മേഖലകളിൽ എല്ലാ തരം കൃഷികളും നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഇപ്പോഴാകട്ടെ ഉടുമ്പൻചോല നെടുങ്കണ്ടം പഞ്ചായത്തുകളിലൊക്കെ ഇപ്പം കൃഷി ഭക്ഷണത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു കൃഷികളും ഇപ്പോൾ കാട്ടുമൃഗങ്ങൾ കരിയലാത്ത ഒരു അവസ്ഥ, കാട്ടുപന്നി മുഴുവൻ തട്ടിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ ഒരു തരത്തിലും ജീവിക്കാൻ മേലാത്ത ഒരവസ്ഥ ഇപ്പോൾ കൃഷിക്കാർക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ വന പരിഷ്കരണ നിയമം പിൻവലിച്ച് ജനങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള നിയമം ഉണ്ടാക്കുക എന്നതാണ് സർക്കാർ ചെയ്യേണ്ടത്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലാണെങ്കിലും വന്യമൃഗങ്ങളുടെ ആധിക്യം മൂലം അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ആ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സംവിധാനം ഇന്ത്യയിലും കേരളത്തിലും വളരെ അനിവാര്യമാണ്. ഇതെല്ലാം കണ്ടിൽ നടിച്ചുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഈ നിയമപരിഷ്കാരങ്ങൾ വഴിയായിട്ട് ജനങ്ങൾക്ക് അനുദിനം ജീവിത ബുദ്ധിമുട്ടുകളിൽ അവരെ വീണ്ടും ക്ലേശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളെ എണ്ണ ഉറപ്പിക്കുന്നതിനും ഗവൺമെൻറ്റിനെ ജനങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമര പരിപാടികൾ കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉടുമ്പൻചോലയിൽ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ധർണ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാർട്ടി സമര പരിപാടികൾ സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഗവൺമെൻറ് ചെലുത്താൻ വേണ്ടിയിട്ടുള്ള സമരപരിപാടികളും ജനകീയ പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കറിയാം, ഇടുക്കി ജില്ലയിലെ ജനങ്ങളോട് കാണിക്കുന്ന കർഷകദ്രോഹപരമായിട്ടുള്ള ഭൂപരിഷ്കാര നിയമങ്ങൾ, ആ നിയമങ്ങൾ തുടർന്ന് പുതിയ നിയമം ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നു. വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ട സർക്കാരിൻ്റെ ഈ ഗൂഢപദ്ധതി. ഈ ഗൂഢപദ്ധതിയോടെ അവർ ഉദ്ദേശിക്കുന്നത് ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കുന്ന വഴിയായിട്ട് വിദേശത്തു നിന്നും കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ ഫണ്ടുകൾ സ്വരൂപിച്ചുകൊണ്ട് മറ്റ് ആവശ്യങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യമായിരിക്കാം അവർ പിന്നിൽ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുവഴിയായിട്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന വഴിയായിട്ട് ജനങ്ങൾക്ക് അനുദിനം മുമ്പോട്ട് നീങ്ങാൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കറിയാം, കാർഷിക മേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ വീണ്ടും ദ്രോഹിക്കുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നമുക്ക് ഇടുക്കി ജില്ലയിലെ വന നിയമങ്ങൾ മാറി മാറി വരുന്ന വന നിയമങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഒരു സമയത്ത് ലോ റേഞ്ചിലുണ്ടായിരുന്ന ആളുകളെ ഇടുക്കിയിലേക്ക് സർക്കാർ തന്നെ കടത്തി വിടുകയും ഇവിടെ സ്ഥലങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കുകയും പതിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഇടുക്കിയിലുണ്ടായിരുന്നു. അങ്ങനെ ഇടുക്കിയിലേക്ക് കടന്നു വന്ന അത് കയ്യേറ്റക്കാരല്ല, കുടിയേറ്റക്കാരൊക്കെ ആയി ഇടുക്കിയിൽ വന്ന ആളുകളാണ് ഇന്ന് ഇടുക്കിയുടെ പല മേഖലകളിലും താമസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഉടുമ്പൻചോല പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലും ആളുകൾ താമസിക്കുന്നത്. ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഏലകൃഷി ആണ് ഇവിടുത്തെ ജീവിത ഉപാധി മാർഗമായി ഉള്ളത്. ഏലം കൃഷിയിൽ തന്നെ നമുക്കറിയാം, പട്ടയം കൊടുത്ത ഭൂമികളുണ്ട്. എന്നാൽ ഏലകൃഷിക്ക് വേണ്ടി സർക്കാർ കാലാകാലങ്ങളായി പാട്ടം പുതുക്കി കൊടുത്തുകൊണ്ടിരുന്ന കുത്തകപ്പാട്ട ഭൂമിയുമുണ്ട്. ഏലം മേഖലയിൽ ഏറ്റവും കൂടുതലായി ഈ മേഖലയിൽ ഉടുമ്പൻചോലയിലുള്ളത് കുത്തകപ്പാട്ട ഭൂമിയാണ്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി കുത്തകപ്പാട്ട ഭൂമി പുതുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉടുമ്പൻചോല പൊതുവെ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഈ ഉടുമ്പൻചോല പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഉടുമ്പൻചോലയിലെ നമുക്കറിയാം, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ് ഉടുമ്പൻചോല പഞ്ചായത്തിൻ്റെ ഒരു പ്രദേശം. അവിടെയൊക്കെ നിരവധിയായി വന്യമൃഗങ്ങളുടെ ശല്യം ഇന്ന് ജനവാസ മേഖലകളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആനയും മറ്റ് കാട്ടുപന്നിയും ഉൾപ്പെടെ കുരങ്ങിൻ്റെയൊക്കെ ശല്യം കാരണം ഏലം കൃഷി ചെയ്യുന്നവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഒന്നും ഗവൺമെൻറ്റിന് ഉചിതമായ ഒരു നിലപാടെടുക്കുവാനോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ അതിനുവേണ്ടി നിയമിച്ച് അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നതിനോ കഴിയാത്ത നിരവധിയായ ചതുരംഗപ്പാറ മേഖലകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരവധിയായ ആളുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. അതിനുവേണ്ടി ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ ഈ ഗവൺമെൻറ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് മുന്നിൽ ഉള്ളത്.
നിരവധിയായ ടൂറിസ്റ്റുകൾ കടന്നു വരുന്ന വിനോദസഞ്ചാരത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. പക്ഷേ ഇവിടെ അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനോ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് നമ്പറിട്ട് കൊടുത്ത് അതിൻ്റെ ലൈസൻസ് വാങ്ങുവാനോ ലൈസൻസ് കൊടുത്ത് ഫീസ് വാങ്ങുവാനോ ഒന്നും കഴിയാത്ത പ്രാദേശിക ഭരണകൂടങ്ങളാണ് ഈ ഉടുമ്പൻചോലയുടെ പഞ്ചായത്ത് ഉൾപ്പെടെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ശാന്തമ്പാറ പഞ്ചായത്ത് ഉൾപ്പെടെ ഈ മേഖലകളിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടായി. ഇടുക്കി ജില്ലയിലെ ആളുകൾ വർഷങ്ങളായി 70-80 വർഷം മുമ്പ് ഈ മേഖലയിലേക്ക് കടന്നു വന്ന് ഇവിടെ ഏലവും കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കൃഷി ചെയ്ത് സ്വസ്ഥമായി ജീവിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഈ വന്യമൃഗങ്ങളുടെ ശല്യവും അതുപോലെ തന്നെ ഇവിടെ നിന്ന് കുടിയിറക്ക ഭീഷണിയിലേക്ക് ആളുകൾ മാറുകയാണ്. ഇവിടുത്തെ ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നത് ആരെയും കുടിയിറക്കിയില്ല എന്നാണ്. പക്ഷേ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായാൽ ആളുകൾ തന്നെ ഈ പ്രദേശത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. അത് കഴിഞ്ഞ 2016 മുമ്പ് ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ചും ഒക്കെ ആളുകൾക്കിടയിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടായപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഉമ്മൻ എന്ന ഒരു കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തുകയും പ്രാദേശിക ഭരണകൂടങ്ങളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നുമൊക്കെ അഭിപ്രായ സർവേകൾ സമാഹരിച്ച് ഇതിനെതിരെ ഈ വന നിയമങ്ങളിൽ മാറ്റങ്ങൾ ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കുവാനുള്ള നടപടികൾ ഉണ്ടാകുവാനും ഇവിടെ കെട്ടിടങ്ങൾ പുതുതായി പണിയുന്നതിനുള്ള പെർമിറ്റ് കൊടുക്കുന്നതിനും ഒക്കെയുള്ള നടപടികളിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ഈ ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിൽ നിന്ന് മാറുകയും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്തുണ്ടാകുകയും ചെയ്തത്. ആ 2016 മുതൽ ഇന്ന് വരെ ഇവിടുത്തെ ഓരോ നിയമങ്ങളും ഇവിടുത്തെ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, ഇവിടുത്തെ കുടിയേറ്റ കർഷകന് ഇവിടെ നിന്ന് ഒഴിവായി പോകേണ്ട അവസ്ഥയിലേക്ക്, ഇവിടെയുള്ള ആരാധനാലയങ്ങളും സ്കൂളുകളും അതുപോലെയുള്ള മറ്റ് ടൂറിസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ബിൽഡിങ്ങുകളും ഒക്കെ പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയിൽ ഇപ്പോൾ പൂപ്പാറയിലൊക്കെ കഴിഞ്ഞ നാളുകളിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നിലപാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ MLA-യും ഇവിടുത്തെ മുൻ മന്ത്രിയുമായിരുന്ന CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാർക്ക് അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ കഴിയാത്ത ഉദ്യോഗസ്ഥന്മാർ എന്ത് എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന IAS-കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കാര്യങ്ങൾ അപ്പടി വിഴുങ്ങിക്കൊണ്ട് സ്വന്തമായ ഒരു നിലപാടെടുക്കുവാൻ കഴിയാത്ത, ഇച്ഛാശക്തിയില്ലാത്ത ഒരു ഭരണകൂടമാണ് സംസ്ഥാനം ഭരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്ന ഇവിടുത്തെ MLA-യും ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികളുമൊക്കെ അവരുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണം. പാവപ്പെട്ടവനും കർഷകനും വേണ്ടി അധികാരത്തിൽ വന്ന ഈ മേഖലയിലെ മുഴുവൻ പരാജയത്തിനും കാരണമായ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കള്ളമുഖങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും വേണ്ടി പറയുവാനുള്ളത്. വനം വകുപ്പ് ഈയിടയ്ക്ക് ഇറക്കിയ ഉത്തരവ് അതീവ ഗൗരവമുള്ള ഒരു ഉത്തരവാണ്. ഈ ഉത്തരവ് ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെയും അതുപോലെ ഉടുമ്പൻചോല പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള ഉത്തരവാണ്. കാരണം ഏലത്തോട്ട പട്ടയം ഉൾപ്പെടെ CHR ഉൾപ്പെടെ വനഭൂമിയാക്കണം എന്ന് പറഞ്ഞ് ആ വനത്തിനുള്ളിൽ കയറുന്നവരെയും സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്ന വനത്തിൽ ആളുകൾ കയറിയാൽ അറസ്റ്റ് ചെയ്യാമെന്നൊരു ബീറ്റ് ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു ഉത്തരവ് അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഓരോ ഉത്തരവുകൾ ഇടുക്കി ജില്ലയിലെയും ഉടുമ്പൻചോലയും അടിച്ചേൽപ്പിക്കുന്നത് കാലക്രമേണ ഉടുമ്പൻചോല അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് ജനങ്ങളെ ഒന്നൊന്നായി ഇവിടുന്ന് സ്ഥലം വിട്ടുപോകാൻ വേണ്ടിയുള്ള ഉത്തരവാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഉത്തരവ് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെയും അതുപോലെ ഉടുമ്പൻചോല മേഖലയിലുള്ള ജനങ്ങളെയും അത് ശരിയായ രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ്. നാളുകളിൽ നമ്മുടെ മേഖലയിൽ കൃഷി ചെയ്യാൻ പോലും മേലാത്ത അവസ്ഥയിലേക്ക് ഏൽക്കുന്ന ഒരു ഉത്തരവുകളാണ്. അതുകൊണ്ട് തന്നെയാണ് CHR-ന്റെ ആയി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഏലം കുത്തകപ്പട്ട ഭൂമി പുതുക്കണ്ട എന്ന് പറയുന്നതിനുള്ള ആ ഉത്തരവ് ഇറക്കിയിരിക്കുന്ന ഇത് വനഭൂമിയാക്കാനുള്ള ഉത്തരവാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കുടിയേറ്റക്കാലം മുതൽ നിരവധി പോരാട്ടങ്ങൾക്ക് വേദിയായ ഭൂമിയാണ് ഇടുക്കി. അതിജീവന പോരാട്ടങ്ങൾ. ആ പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും, അവസാന വിജയം കാണുന്നതുവരെ.
ഞാനിവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.